ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നില വന്നു. അപ്പം അത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ, മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ്. അപ്പോൾ അവർക്കെന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത്? നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല. എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക. അതാ ജില്ലക്കെതിരായുള്ള കാര്യമല്ലല്ലോ. ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു. ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. വസ്തുതകൾ നിരത്തി കണക്കുകൾ വിശദീകരിച്ച് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് മലപ്പുറത്തിനെതിരായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടുതൽ വെളിപ്പെട്ടിരിക്കുന്നു. വർഗീയ അജണ്ടയുടെ ഭാഗമായി പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പൊളിയുന്നത്. ദുർവ്യാഖ്യാനത്തിനും പുകമറ സൃഷ്ടിക്കാനും ദി ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ തെളിവായി ചിലർ ഉയർത്തിക്കാട്ടി. എന്നാൽ സംഭവിച്ചതോ? ആ ദേശീയ ദിനപത്രം തന്നെ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ഖേദം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് ചിലത് അച്ചടിച്ചു വന്നത്. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അത് സമ്മതിച്ച് ദ ഹിന്ദു എന്ന ദേശീയ പത്രം രേഖാമൂലം വിശദീകരിച്ചത് ഇതാണ്: മാധ്യമപ്രവർത്തനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത്. കോഴിക്കോട്ട് മുഖ്യമന്ത്രിയും ഇക്കാര്യം പറയുകയുണ്ടായി. മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയും മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന വ്യാജ പ്രചാരണത്തിന് പിന്നിലെ വ്യക്തികളും വർഗീയ സംഘടനകളും കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കടത്തിലും ഹവാല കടത്തിലും നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായ നടപടികൾ അംഗീകരിക്കില്ല, ആവശ്യമായ നടപടികൾ ഉണ്ടാവും. അതിനിടയിൽ സ്വർണ്ണക്കടത്തുകാരെയും ഹവാലക്കാരെയും പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് കെ സജീഷ്, CPIM, എൻ ശ്രീകുമാർ, വീക്ഷണം മുന്നണിച്ചർ, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ. ഇവിടെ എൻ ശ്രീകുമാർ, ഈ പുതിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രി മലപ്പുറത്തെ ആക്ഷേപിച്ചു, ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തി എന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ പ്രചാരണമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം എന്നത് ദുർവ്യാഖ്യാനമാണെന്നും വസ്തുത ഇതാണെന്നും വെളിപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? ദ ഹിന്ദുവിൻ്റെ വിശദീകരണം അടക്കം മുൻപിൽ വരുമ്പോൾ വെളിപ്പെടുന്ന ഒരു കാര്യം ഇതല്ലേ? കണക്കുകളും വസ്തുതകളും നിരത്തി സംസാരിക്കുമ്പോൾ അതിനെ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഉചിതമായ നടപടിയാണോ? കരിപ്പൂരിലെ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാലക്കടത്തിൻ്റെയും ഒക്കെയായിട്ടുള്ള കണക്കുകൾ വിശദീകരിച്ചല്ലേ അദ്ദേഹം സംസാരിച്ചു. അതിനെ ഈ വിധം ദുർവ്യാഖ്യാനം ചെയ്താൽ അതിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും എന്ന് ബോധ്യപ്പെട്ടൊരു സമയമല്ലേ ഇത്? അല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത്, മുഖ്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് മലപ്പുറം ജില്ലയിൽ ഈ സ്വർണ്ണ കള്ളക്കടത്തും ഹവാല കടത്തും ഒക്കെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ പത്രസമ്മേളനത്തെ തുടർന്നാണ് CPMൻ്റെ മുന്നണിയുടെ MLA ആയ ശ്രീ PV അൻവർ അത് അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അൻവർ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനോടൊക്കെ യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നമാണ്. കാരണം ഒരു വ്യക്തിക്ക് എത്രത്തോളം പറയാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിർവരമ്പ് നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പാർട്ടിക്ക് ചില കാര്യങ്ങളിലൊക്കെ അതിർവരമ്പുണ്ട്.
അപ്പോൾ അൻവർ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് കൃത്യമായി വീണ്ടും മറുപടി പറയും എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി പിന്നീട് മറുപടി പറഞ്ഞത് ഡൽഹിയിൽ ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നല്ലോ. ആ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വിവാദം ഉണ്ടായത്. മലപ്പുറം ജില്ല എന്നുള്ളത് അഭിമുഖത്തിൽ താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ പത്രം അതിൻ്റെ മാന്യത കാണിച്ചു. പത്രാധിപർ പറഞ്ഞു അത് ശരിയാണ്, അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമല്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി തന്ന പബ്ലിക് റിലേഷൻ ഏജൻസി അവരാണത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതെന്ന്. ഇത് ശരത്തെ കേരളത്തിൻ്റെ CPMൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മാധ്യമ നാണക്കേടാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ നയം തീരുമാനിക്കുന്നത് പാർട്ടിയല്ല, മുഖ്യമന്ത്രിയല്ല, PR ഏജൻസിയാണ് എന്ന തരത്തിലേക്ക് വരുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് CPMനെ എത്തിക്കുമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയപ്പെടുന്നത്. ഭയപ്പെടുക എന്ന് വെച്ചാൽ ഞാനത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നയം രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരു കാര്യമാണ് PR ഏജൻസി, അതായത് ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരാളെ വ്യക്തിപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ്. അവരെ ഏർപ്പെടുത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പാർട്ടി സംവിധാനങ്ങളായ ചാനലും പത്രവും ഒക്കെ ഉള്ള, അതും വിപുലമായ ചാനലും വലിയൊരു പത്രവുമുള്ള പാർട്ടി ഇങ്ങനെ PR ഏജൻസി എന്തിന് PR ഏജൻസിയെ അത് സ്വാധീനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവരെ ഏർപ്പെടുത്തേണ്ടി വന്നൊരു ചോദ്യമുണ്ട്. ഇവിടെയാണ് അൻവറിന് ഉത്തരം നൽകാൻ പാർട്ടിക്ക് കഴിയില്ലേ എന്നൊരു ചോദ്യം വരുന്നത്. ഇവിടെ ശരത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ വളച്ചൊടിച്ചു എന്നുള്ളത്. അത് പത്രങ്ങളും അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല വളച്ചൊടിച്ചത്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ പ്രതിപക്ഷം ഏറ്റുപറയും, അത് അവരുടെ ഒരു ജോലിയാണ്. അതുപോലെ പാർട്ടിയുടെ ഇന്നലത്തെ മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഒരു കാര്യം പറഞ്ഞു, അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിനെ ചൊല്ലിയും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതിനു മുമ്പ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും പറഞ്ഞ കാര്യങ്ങളെ അൻവർ പറഞ്ഞ കാര്യം ഗൗരവമുള്ളതെന്നാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ CPMനെ ഇത്തരത്തിലൊരു വൈകല്യം വന്നു എന്നുള്ള വലിയ പ്രശ്നമാണ്. പാർട്ടി അഭിമുഖീകരിക്കുന്നത് ഭരണപരമായ വിഷയങ്ങളൊന്നും അല്ല ഇപ്പം സത്യത്തിൽ. കാരണം പാർട്ടിയുടെ നയം, പാർട്ടി കോൺഗ്രസ് ആണോ നയം രൂപീകരിക്കുന്നത്, അതോ പാർട്ടി പണം കൊടുത്ത് ഏർപ്പെടുത്തുന്ന PR ഏജൻസി? പാർട്ടി പണം കൊടുത്ത് ഏർപ്പെടുത്തുന്നതെന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് വന്ന ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് PR ഏജൻസിയാണെന്ന് ആ പത്രം വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റേ രാഷ്ട്രീയ നേതാക്കൾ ആരോപിക്കുന്ന പോലെയല്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ PR ഏജൻസി പറഞ്ഞ കാര്യം, PR ഏജൻസി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ പത്രം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് വിശദീകരിക്കുക? മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ പത്രം പറഞ്ഞതിനെക്കുറിച്ചും വിശദീകരിക്കണം, PR ഏജൻസിയെക്കുറിച്ച് വിശദീകരിക്കണം. എന്നാലേ ജനങ്ങളുടെ സംശയം ഏറ്റവും അവസാനം ഇപ്പോൾ SK സജീഷ് അവസാനം ഒരു ചോദ്യം സഹിതമാണ് ശ്രീകുമാർ പറഞ്ഞു നിർത്തിയത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ ദുർവ്യാഖ്യാനം ചെയ്തും വർഗീയ അജണ്ടകളുടെ പശ്ചാത്തലത്തിൽ പുകമറ സൃഷ്ടിക്കാനുമുള്ളൊരു പരിശ്രമം നടന്നു എന്നും ആ പരിശ്രമമാണിപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത് എന്നും. ഇത് ഹിന്ദു തന്നെ അതിലവർക്ക് പറ്റിയ തെറ്റ്, കാരണം ഇതിൽ PR ഏജൻസി ഉണ്ടെങ്കിലും ആ PR ഏജൻസിക്കും അപ്പുറം അവരുടെ തന്നെ ലേഖകൻ അഭിമുഖം നടത്തിയാണ് 30 മിനിറ്റ് നേരം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ഇൻ്റർവ്യൂ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പറയാത്ത കാര്യമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സമ്മതിച്ചുകൊണ്ട് അത് മാധ്യമപ്രവർത്തനത്തിൽ പാടില്ലാത്ത കാര്യമാണെന്നും ആ ജാഗ്രത കുറവിന്, ആ സംഭവിച്ച തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് പത്രം പറഞ്ഞത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിശദീകരണത്തെക്കുറിച്ചും മറുപടി പറയാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ തയ്യാറാകണം. ഒന്ന്, അദ്ദേഹത്തെ പോലെ ഒരാൾ ആശങ്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം രൂപീകരിക്കുന്നത് PR ഏജൻസിയാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാധ്യമ നാണക്കേട് സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച ചില കാര്യങ്ങളും വിശേഷണങ്ങളും. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, മലപ്പുറത്ത് ഈ കേസുകളാകെ കൂടുതലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിലേക്കുള്ളൊരു വാദത്തിൽ നിൽക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കേട്ടല്ലോ മറുപടി. ശ്രീ ശരത്ത്, ഇവിടെ കുറേ നാളായി മാധ്യമങ്ങളും വലതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്
ബോധപൂർവമായ വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആ വിവാദങ്ങളിലൂടെ വിള കൊയ്തെടുക്കാം എന്ന ഒരു വ്യാമോഹം അവർക്കുണ്ട്. ഇതിപ്പോഴൊന്നും ആരംഭിച്ചതൊന്നുമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവമതിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, അമേരിക്കൻ CIA ഉൾപ്പെടെ ഒന്നാം EMS ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇടപെട്ടിരുന്നു എന്ന് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അതിന് ഒരു കോൺഗ്രസ്സുകാരും നിഷേധിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള വിവാദങ്ങളും അത്തരത്തിലുള്ള ഗൂഢാലോചനകളും എക്കാലത്തും തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഇവിടെ വിവാദങ്ങളുടെ ഭാഗമായി സഞ്ചരിക്കുന്ന വലതുപക്ഷവും അതോടൊപ്പം ഇപ്പോൾ PV അൻവറും അദ്ദേഹത്തിൻ്റെ മറ്റ് അജണ്ടകളും അന്വേഷണങ്ങളും ഒക്കെ മാറ്റി വർഗീയതയുടെ പുതിയൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഹിന്ദു പത്രത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം, ആ അഭിമുഖം തയ്യാറാക്കിയ ഹിന്ദു പത്രത്തിൻ്റെ ലേഖിക, മുതിർന്ന ലേഖികയാണ്. അവർ പൂർണ്ണമായി റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണയായി റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ആ നിലയിൽ അവർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പേരിൽ അൻവറിൻ്റെ കൂട്ടാളികളോ അല്ല തിരിച്ച് അൻവർ അവരുടെ കൂട്ടാളികളോ എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ വേർതിരിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടുത്തെ UDFും അതിൻ്റെ നേതൃത്വമൊക്കെ ആയിട്ടുള്ള ആളുകൾ വിവാദത്തിന് വേണ്ടി വന്നു. ആ വിവാദത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയോട് മുഖ്യമന്ത്രി എന്തോ തെറ്റായ സമീപനം സ്വീകരിച്ചു, തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെല്ലാം പ്രചരിപ്പിച്ചു. എന്നാൽ വസ്തുത എന്താണ്? അത്തരത്തിലുള്ള ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ബോധ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ തരത്തിൽ തെറ്റായ കാര്യം അച്ചടിച്ചു വന്നതിൻ്റെ ഭാഗമായി ഹിന്ദു പത്രത്തിന് കത്ത് നൽകി. ഈ വിവാദമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ കത്ത് നൽകിയപ്പോൾ അതിന് അവർ കൃത്യമായി മറുപടി പറയുകയും തെറ്റ് തിരുത്തുകയും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, മാധ്യമധർമ്മത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് മാന്യമായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും പഠിക്കേണ്ട രീതിയിൽ തന്നെ മാന്യമായി അവർ മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഖേദം പ്രകടിപ്പിച്ചു. അപ്പോഴും ഞങ്ങൾക്കരിശം തീരില്ല എന്നുള്ള രീതിയിൽ ഇവിടെ UDFിൻ്റെയും അതുപോലെ തന്നെ അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുമെല്ലാം വലിയ തോതിൽ വലതുപക്ഷമാകെ പുതിയ വിവാദവുമായി വരികയാണ്. ഇവിടെ ശ്രീ N. ശ്രീകുമാറിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും ആശങ്കയും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അവർ ആശങ്കപ്പെടുന്നുണ്ട് പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് നയം രൂപീകരിക്കുന്നത്, ഇതിപ്പോൾ തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള ശ്രീ N. ശ്രീകുമാറിൻ്റെ ആശങ്കയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ശ്രീകുമാർ, ഒന്നേ പറയാനുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയം രൂപീകരിക്കുന്നതിന് കൃത്യമായ രീതിയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു PR ഏജൻസിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ മുഖ്യമന്ത്രിയോ ഒന്നും ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് സുവ്യക്തമാണ്. അത് CM ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മറ്റേതോ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ പല ഗൂഢാലോചനയും പ്രചരണങ്ങളുമെല്ലാം നടക്കും. ആരെയും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജ്യത്തെയോ കേരളത്തിലെയോ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കാൻ ഏതെങ്കിലും PR ഏജൻസി വേണം എന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് മലയാളികളായ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ വിഷയത്തിനകത്തായാലും ഏറ്റവും ക്ലാരിറ്റിയോട് കൂടിയുള്ള നിലപാട് കേരളത്തിൽ വിശദീകരിക്കാൻ എക്കാലത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടത്തിലുമെല്ലാം പാർട്ടിക്കും ബഹുജനങ്ങൾക്കുമെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി വിശദീകരിച്ച നല്ല പാരമ്പര്യം ശ്രീ പിണറായി വിജയനുണ്ട്, സഖാവ് പിണറായി വിജയനുണ്ട്. അത് നല്ലവണ്ണം ബോധ്യമുള്ളവരുമാണ് കേരളത്തിലെ ജനത. പിന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലും ഇങ്ങനെ പലതും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇവിടെ മലപ്പുറം ജില്ലയെ അവമതിക്കുന്ന രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ മൊത്തത്തിലുള്ള സ്വർണ്ണക്കടത്തും ഹവാല പണം പിടിക്കുന്നതും എല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 125.7 കിലോഗ്രാം സ്വർണം പിടിച്ചു. അതിൽ 122 കോടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ 147.9 കിലോഗ്രാം പിടിച്ചു. അതിൽ 124 കിലോഗ്രാം കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഹവാല പണത്തിൽ 122 കോടി പിടിച്ചു. അതിൽ 87 കോടി കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഈ ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ആളുകൾക്ക് വേണ്ടി എന്തിനാണ് വർത്തമാനം പറയുന്നത് എന്നതാണ് ചോദ്യം. ആ ചോദ്യം ആരോടാണ്? ആ ചോദ്യം PV അൻവറിനോടാണ്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടാണ് പോലീസ് പിടിക്കുന്നത്. ഇത് പിടിക്കരുത് എന്നുള്ളതാണ് അൻവറിന്റെ പ്രശ്നം.
അവിടെ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയും അൻവറിന് അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും കിലോ സ്വർണം കരിപ്പൂർ എയർപോർട്ട് വഴി പുറത്തേക്ക് ഇറങ്ങിയെന്ന് അൻവറിനെ കൂട്ടുപിടിക്കുന്ന ആളുകൾക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, കസ്റ്റംസ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇത്തരത്തിൽ കൃത്യമായി പോലീസ് പിടിച്ചിട്ടുണ്ട്, അത് കരിപ്പൂർ എയർപോർട്ടിലാണ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയെ അവമതിക്കാനാണ്, മറ്റേതെങ്കിലും രീതിയിൽ അത് ഏതെങ്കിലും വിഭാഗത്തെ ചിത്രീകരിക്കാനാണ് എന്നെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളുകളിയൊക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലാകും. തോൽക്കുമ്പോൾ വർഗീയത എന്ന് പറയുന്ന മേലങ്കി പലരും എടുത്തിടും. ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകും, അതിൽ ഒരു തർക്കവുമില്ല. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് ശ്രീകുമാറിന് അറിയാത്ത കാര്യമല്ലല്ലോ. സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. അന്ന് അതിനെ എതിർത്തവരാണ് നിങ്ങൾ കോൺഗ്രസ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി പദയാത്ര നടത്തിയവരാണ് കോൺഗ്രസ്. ആര്യാടൻ മുഹമ്മദിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. പിന്നെ ഒരു കാര്യം, മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ഇന്ന് തുടങ്ങിയ ശ്രമമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാനും അവിടെ നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം, കർഷക സമരം, ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചപ്പോൾ 1946 സഖാവ് EMS ദേശാഭിമാനി പത്രത്തിൽ, പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനം ആഹ്വാനവും താക്കീതും എന്ന ലേഖനമായിരുന്നു. ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായി വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രിട്ടീഷുകാർ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യമുള്ള ബ്രിട്ടീഷുകാർ ദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ചരിത്രപരമായും ഇന്ന് വരെയും മലപ്പുറത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്ക് മലപ്പുറം ജില്ലയിൽ മതനിരപേക്ഷമായി ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. അതിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി PV അൻവറോ അതല്ല അവർക്ക് ചൂട്ടുപിടിക്കുന്ന UDF-ഓ കോൺഗ്രസോ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വന്നാൽ അതെല്ലാം തിരിച്ചറിയാൻ നല്ല ശേഷിയും വിദ്യാഭ്യാസവും എല്ലാമുള്ള, വിവേകവും എല്ലാമുള്ള ഒരു സമൂഹമാണ് അവിടെ ജീവിക്കുന്നത് എന്നെങ്കിലും മിനിമം തിരിച്ചറിയണം. ആ മിനിമം തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക്. ലാലെ, ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ N. ശ്രീകുമാർ കൃത്യമായൊരു പിണറായി വിമർശകനും LDF സർക്കാരിൻ്റെ വിമർശകനും CPM വിമർശകനും ഒക്കെയായ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ വിശദീകരണം വരുമ്പോഴും അതിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബന്ധപ്പെടുത്തി വിമർശിക്കാൻ കഴിയുന്ന ഒരു ഭാഗത്തെയാണ് എടുത്ത് വിശദീകരിക്കാൻ ശ്രമിച്ചത്, ഒരു ചോദ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ ഹിന്ദു വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ആ പത്രവും ഈ PR ഏജൻസിയും തമ്മിലാണ് ഇക്കാര്യത്തിലൊരു ആലോചനയും ധാരണയും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ പ്രവർത്തകയോ ആണ് ഈ അഭിമുഖം മുഖ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അതും അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ വിവരങ്ങൾ കൂട്ടിച്ചേർത്തത് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഹിന്ദു തന്നെ പറയുന്നു. ഇവർക്കിടയിലെ ധാരണയിൽ സംഭവിച്ച ഒരു പിശകിനെ പരാമർശിക്കാതെ അത് നേരെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സമാധാനം പറയണമെന്ന നിലയിലേക്ക് മാത്രം അതിനെ പരിമിതപ്പെടുത്തുന്നതിലെ ഒരു പോരായ്മ അതിലുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ രസകരമായൊരു കാര്യം, ഈ സമീപകാലത്ത് ലാലിന് ഓർമ്മയുണ്ടാകും, വയനാടുമായി ബന്ധപ്പെട്ട ഏറ്റവും തെറ്റായ ഒരു വളരെ കൃത്യമായ രേഖകളെ ഏറ്റവും തെറ്റായി ചിത്രീകരിച്ച കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെയാണ് ഒരു തെറ്റു പറ്റിയത് രേഖാമൂലം ചൂണ്ടിക്കാട്ടി അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രം തയ്യാറായത് എന്നതും കാണണ്ടേ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം അങ്ങോട്ട് വരിക, എന്നാണ് ഇവിടുത്തെ മാധ്യമം ശരി പറഞ്ഞിട്ടുള്ളത്? എൻ്റെ അറിവിൽ ഇവിടെ കുത്തിത്തിരിപ്പ് മാത്രമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരത്തേട്ടൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തെറ്റ് നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കണക്ക് വെളിയിൽ വന്നു, അതിൻ്റെ തിരുത്തലുകൾ നേരെ ഉണ്ടായില്ല. അതേ സ്ഥാനത്ത് ഹിന്ദു ഈ വിഷയത്തിൽ തിരുത്തുണ്ടായി. മാധ്യമങ്ങൾ എപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അവർ സത്യം പറയുമ്പോൾ പോലും അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി. അത് വളരെ വ്യക്തമാണ്, അതിനകത്തൊരു സംശയമില്ല എനിക്ക്. ഞാൻ മാധ്യമങ്ങളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോൾ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർ ഓരോ വാർത്തകളെ ഈവൻറ്റുകളാക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിറ്റ്. ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ്. ഇത് ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ആഘോഷിക്കുകയാണ്, എല്ലാ വാർത്തകളും ആഘോഷിക്കുകയാണ്. ഇന്നലെ നോക്കൂ, ഞാനിപ്പം ഹിന്ദുവിൻ്റെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവാം. ദ ഹിന്ദു
ഇന്നലെ പുറത്തുവിട്ട വാർത്തയ്ക്കകത്ത് ടെററിസം എന്നൊരു വാക്കില്ല. ഇവിടെ അതിനകത്ത് എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ആണ് ഇത് ഉപയോഗിക്കുന്നത്, നമുക്ക് സർക്കാരിനെതിരെ പറയുന്നത് എന്നൊരു വാദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല എപ്പോഴാണ് അതിനകത്ത് ടെററിസം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം ടു മൈ മൈൻഡ് ആൻഡ് ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് എക്സ്ട്രീമിസം ആൻഡ് ടെററിസം ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് വേർഡ്സ്. അത് രണ്ട് വേർഡ്സാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും. ഈ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട്, ടെററിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞ ആ തിരുത്ത് അവിടെ നിൽക്കട്ടെ, ആ വാക്കുകളിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. മാധ്യമ വിമർശനമാണ് നടത്തുന്നത്. ആ വാക്കുകളിൽ കൂടെ പോയാലും എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് നമുക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഈ സമൂഹത്തിൽ നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM എതിർക്കുന്ന ഫോഴ്സസായി നിൽക്കുന്ന ആൾക്കാരാണ്. ടെററിസ്റ്റ് ഫോഴ്സസ് അങ്ങനെ എതിർക്കാൻ പറ്റുക? ടെററിസ്റ്റ് ഫോഴ്സുകൾക്കെല്ലാം വെളി വന്നിരുന്ന് നമ്മൾ എതിർക്കുന്ന ആൾക്കാരാണോ? അല്ല. CPM എതിർക്കുന്ന ആൾക്കാരല്ല ടെററിസ്റ്റുകൾ. കാര്യം അവർ നമ്മൾ സൈലൻ്റായിട്ട് വേറെ എവിടെ ഇരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്, ജനാധിപത്യത്തിൽ എൻഗേജ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇതിനകത്ത് വിമർശിക്കുന്നത്. അത് എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? അത് തീവ്രവാദമാക്കി. തീവ്രവാദം എന്ന് പറഞ്ഞാൽ അൽ-ഖ്വയ്ദയും ISIS-ഉം ആണ് അടുത്ത് അവരുടെ മനസ്സിൽ വരുന്നത്. ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഇതുവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ വാർത്ത അവർ പിൻവലിച്ചിട്ടില്ല എന്നിരിക്കട്ടെ. എങ്ങനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്? വാർത്ത വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഒരു മര്യാദ വേണ്ട ഈ പറയുന്ന വാക്കുകൾക്ക്, ഉപയോഗിക്കുന്ന വാക്കുകൾക്ക്. ഈ വാക്കിൻ്റെ വ്യത്യാസമാണ്. ആ വ്യത്യാസം മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് വളച്ചൊടിക്കുകയാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇതൊരു ചെറിയ പ്രശ്നമല്ല. വാക്കുകളുമായിട്ട് ഇട്ട് കളിക്കുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. ആ വാക്കുകൾ വ്യക്തമായി അതിനകത്ത് ആ ആർട്ടിക്കിളിനകത്ത് തന്നെ എടുത്തു നോക്കാം. ആ ആർട്ടിക്കിളിനകത്ത് തന്നെ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഞങ്ങൾ നയമെടുക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഒക്കാത്ത വന്നത്. കാര്യം അത് കുത്തിത്തിരിപ്പാന്ന് പറയാൻ കാര്യം, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുന്നു, ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നേഷൻ എന്ന് പറയുന്നു. ഈ മേളി പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണോ താഴെ പറഞ്ഞത്? അത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് അല്ലേ? ഞാൻ ഇംഗ്ലീഷ് എഴുതി പഠിച്ചേക്കുന്നതിനനുസരിച്ച് അത് കോൺട്രഡിക്റ്റിംഗാണ്. നമ്മൾ പറഞ്ഞ മേളിൽ പറയുകയാണ് മുസ്ലിം വിരുദ്ധമല്ല നമ്മൾ, ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങൾക്കില്ല. അതേ സ്ഥാനത്ത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളാണ് നമ്മൾ മുസ്ലിം വിരുദ്ധരെന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് താഴെ പറയുന്ന മൊത്തം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഫോർ എക്സാമ്പിൾ തൊട്ട് അവിടെ പോകുന്ന ഒരു സെൻറ്റൻസേ അല്ല, ആ കൺസ്ട്രക്ഷനേ പോകുന്ന കേസല്ല. നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. നിങ്ങൾ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് ഉദാഹരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആൻറ്റി നാഷണൽ ഇടപെടുന്നു എന്നാണോ? അടുത്ത ഒരു വേറൊരു വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം കേട്ടാൽ മനസ്സിലാവും. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലേക്ക് വരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ വിമാനത്താവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ പറയുന്ന സ്വർണം ഒരു രാജ്യവിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ടെറിട്ടറിയിൽ നിന്ന് കടന്നു വരുന്ന പോയിന്റിൽ തന്നെ അതൊരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ്. കാര്യം അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഒരു ആൻറ്റി നാഷണൽ വർക്കാണെങ്കിൽ അത് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കാനായിട്ടുള്ള വരവാണ്. അത് ഇവിടെ വന്ന് അവർക്ക് അവിടുത്തെ ട്വിസ്റ്റ് എന്താണ് വന്നത്? ഇവിടെ വന്ന് ഇവിടുത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ അല്ലത്. അതാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്ത് ഇന്നലത്തെ ചർച്ചകളിൽ തന്നെ പല ആൾക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി ഇന്നത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന സ്വർണം അവിടുന്ന് വന്നിട്ട് ഇത് വിറ്റിട്ട് ഇവിടുത്തെ പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നല്ല പറഞ്ഞത്. രണ്ടും രണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാണ്. മാധ്യമപ്രവർത്തകർക്ക് എന്താ മനസ്സിലാത്തത് എനിക്കറിയത്തില്ല. കാര്യം എന്നെക്കാട്ടിലും ഭാഷാ പരിജ്ഞാനം അവർക്ക് കുറവാണോ എന്നെനിക്കറിയില്ല. കാര്യം ഞാൻ ഭാഷയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ദർ ഇസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഫ്രം ദ മീഡിയ ടു മാനിപ്പുലേറ്റ് തിങ്സ്. ദർ ഇസ് എ ഡെഫിനിറ്റ് ആൻഡ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഫ്രം ദ സൈഡ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമപ്രവർത്തനമല്ല. ഇപ്പോൾ ഇവിടെ അടുത്ത ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, ഒരു പ്രസക്തമായ ശ്രീമാറിയേട്ടൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്.
ഇതിനകത്തൊരു ഏജൻസി ഇടപെട്ടുന്നു. ആ അതും കൂടെ മറുപടി തന്നെ പറഞ്ഞു പോകാം. എന്തിനാണ് നമ്മൾ മാറ്റി നിൽക്കുന്നത്? ഏജൻസി ഇടപെട്ടുന്നു. ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു മോശമായ പരാമർശം വന്നിരിക്കുന്നു. ആ ഏജൻസി കൊടുത്തതാണ് എന്ന് ദ ഹിന്ദു പറഞ്ഞിരിക്കുന്നു. അത് അന്വേഷിക്കേണ്ട വിഷയമാണ്, ഒരു സംശയമില്ല, അന്വേഷിക്കേണ്ട വിഷയമാണ്. കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക് ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിന്റ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഗീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ലാൽകുമാർ, കുറച്ച് നാളല്ലേ ആയുള്ളൂ ഞാൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട്, എന്നെക്കാട്ടിലും എത്രയോ പതിറ്റാണ്ടുകളായി മുഖ്യമന്ത്രി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട്. ഈ ലാൽകുമാറിന്റെ പേരിൽ ഒരു സെന്റൻസ് അത് ഈ പറയുന്ന മലപ്പുറവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയോ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധത വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ നാട്ടിൽ വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ പറയത്തുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത്, എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതുവരെ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? കാര്യം അത് നാച്ചുറലി അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കയറ്റിയത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല. അത് ആര് കയറ്റിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ നമ്മൾ ആദ്യം വെറുതെ വിടുക. കാര്യം അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പിന്നെ കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വ്യക്തമാക്കേണ്ട ബാധ്യത ഉണ്ട്. അത് ഒരു കാരണവശാലും ഇത് വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു കൂട്ടർ ഇടപെട്ടെങ്കിൽ അത് PR ഏജൻസി, മുഖ്യമന്ത്രി വെച്ചിട്ടുള്ള PR ഏജൻസി എന്നിരിക്കട്ടെ, ഞാൻ അത്ര എക്സ്റ്റെൻഡ് പറയാം, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PR ഏജൻസി എന്നിരിക്കട്ടെ, അങ്ങനെ പറയാത്തൊരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേർപ്പസ് എന്താണ്, അത് അങ്ങനെ ചെയ്തത് ഏത് രീതിയിലേക്ക് വന്നു, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരണം 3.5 മിനിറ്റ് അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കത്തക്ക രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം, മുഖ്യമന്ത്രി പറഞ്ഞതിനകത്തും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കുന്ന നിലപാടിനകത്തും ഒരു സംശയം പോലുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് പറഞ്ഞു വന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ, പാർട്ടി ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷിക്കേണ്ട വിഷയമാണ്. കാര്യം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പേരിൽ അടിച്ചു വരുന്നെങ്കിൽ അതിനകത്ത് PR ഏജൻസി ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാനിവിടെ ശ്രീകുമാർ, ഇതിലൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഇതിൽ വ്യക്തമായി അദ്ദേഹം വിശദീകരിച്ച ഒരു ഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. പത്രം പറഞ്ഞതിനും അപ്പുറം മുഖ്യമന്ത്രി തന്നെ ഇന്ന് പൊതുസമ്മേളനത്തിലാണ് അക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തത്. ലാല സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൃത്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്ത് ശൈലിയോടുകൂടിയാണ് അദ്ദേഹം ഈ വിഷയങ്ങളെ സമീപിച്ച് വിശദീകരിക്കാറുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം സംസാരിച്ചത്. നോക്കൂ, സംസാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. 2020 മുതൽ കേരളത്തിലേക്ക് ആകെ പിടിച്ചെന്ന് പറഞ്ഞാൽ കസ്റ്റംസ് പിടിക്കാതെ വിടുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, അത് സാമ്പത്തിക ഭീകരവാദമാണ്, സാമ്പത്തിക ഭീകര കുറ്റകൃത്യമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത്. ആ നിലയിൽ കേരളത്തിൽ ആകെ പിടിച്ചത് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 147.79 കിലോഗ്രാം കേരളത്തിലെ പോലീസ് പിടിച്ചുവെന്നും അതിൽ 124 കിലോഗ്രാം, വ്യക്തമായി പറഞ്ഞാൽ 124.47 കിലോഗ്രാം കരിപ്പൂരിലാണ് എന്ന് പറഞ്ഞാലുടൻ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ അങ്ങൊരു വർഗീയ കാർഡ് ഇറക്കി അതിനെ അങ്ങ് ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചാൽ, അതിനെ ആ നിലയിൽ അങ്ങ് സമ്മർദ്ദപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞാൽ ആർക്കാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക? അത് കേരളം പോലൊരു സ്റ്റേറ്റിനും ഇവിടുത്തെ മതനിരപേക്ഷ പൊതുമൂല്യത്തിനും നിരക്കാത്തതല്ലേ? അതിന് ആ നിലയിൽ തലകുനിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു നാടാണോ? അത്തരം വർഗീയ താല്പര്യങ്ങളെ ഈ വിധം തുറന്നു കാട്ടേണ്ടതല്ലേ? ആ നിലയിൽ എല്ലാവരും അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം കണ്ട് നിൽക്കേണ്ടതാണ്. അവിടെയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചോദ്യം പ്രസക്തമാകുന്ന ശ്രീകുമാർ. സ്വർണ്ണക്കടത്തുകാരെയും ഹവാലക്കാരെയും പിടിക്കുമ്പോൾ പൊള്ളുന്നത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ അൻവർ ഒരു തരത്തിലും LDFൻ്റെ ഭാഗമല്ല, പാർലമെൻ്ററി പാർട്ടി അംഗമല്ല. പക്ഷേ ആയിരുന്ന കാലത്ത് നൽകിയ പരാതികളെ വളരെ ജാഗ്രതയോടെ, വളരെ ഗൗരവത്തോടെ, ഉത്തരവാദിത്വത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ അന്വേഷണം ശക്തമായി തന്നെ കൊണ്ടുപോകും. ശ്രീകുമാർ, ഈ കാലയളവിൽ 9 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് കേരളത്തിൽ കരിപ്പൂരിലെ ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ കസ്റ്റംസ് തന്നെ പിരിച്ചുവിട്ടിട്ടുള്ളത്. 2024 മറ്റ് ഈ വർഷം വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്തും അൻവർ ആരോപിക്കുന്നത് പോലെ പുറത്ത് പോലീസുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കച്ചവടം നടത്തുന്നു എന്ന നിലയിലല്ല. കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ കസ്റ്റംസുകാർ ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു സർവീസിൽ നിന്ന്. അങ്ങനെ വന്ന സ്വർണ്ണമാണ് കേരള പോലീസ് പിടികൂടിയത്. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊപ്പഗൻഡ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിലേതോ ചില പൊള്ളലുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതിലെ വർഗീയ കാർഡ് ഇറക്കി അതിനെ കളിക്കുന്നത് അതിലും മോശമായ കാര്യമല്ലേ? എതിർക്കപ്പെടേണ്ടതല്ലേ?
നോക്കൂ ശരത്ത്, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് ചോദ്യ രൂപത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. വസ്തുതകളാണ് പറഞ്ഞത്. അത് താങ്കൾ അങ്ങനെ ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ആരുണ്ടാക്കിയ പ്രശ്നമാണ്? ഇതാരൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമാണ്? ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം MLA ആയ PV അൻവറും തമ്മിലുള്ള തർക്കത്തിൽ തുടർന്ന് ഉണ്ടായി വന്നതാണ്. ആ തർക്കമാണ് അടിസ്ഥാനം. അതിന് മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടിയിൽ അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുകയും അതിൽ അൻവർ പിന്നീട് പറഞ്ഞത് എങ്ങനെയാണ്, തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പത്രലേഖകരുടെ തലയിലേക്കിട്ട് എന്നെ അവിടെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയെന്നാണ് പറഞ്ഞത്. അതൊക്കെയാണ് അടിസ്ഥാന പ്രശ്നം. പിന്നെ മുഖ്യമന്ത്രിയാ പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. അതും UDF പ്രതിപക്ഷം ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായ കാരണം CPM-ലെ പ്രശ്നങ്ങളാണ്. CPM-ലെ പ്രശ്നങ്ങളാണ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു CPM നേതാവ്, ഞാൻ കൗതുകത്തോടെ പറയുകയാണ്, ശ്രീ P. ജയരാജനാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നേതാവാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേതാവാണ് P. ജയരാജൻ. പാർട്ടി അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നുള്ള വേറെ വിഷയം. P. ജയരാജൻ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ 3-4 ദിവസമായിട്ട് സജീവമാണ്. കാരണം എന്താണ്, P. ജയരാജനിൽ ഈ അൻവറിൻ്റെ പിന്നിൽ ജയരാജൻ ഉണ്ടോ എന്നൊരു സംശയം വരികയും ജയരാജൻ തന്നെ അത് ദൂരീകരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ പാർട്ടിയുടെ ഒരു പ്രശ്നമാണെന്ന രീതിയിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിൽ വേറെ രീതിയിൽ കാണണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുന്നത്. മുഖ്യമന്ത്രി കേരളത്തിൽ പത്രസമ്മേളനം നടത്താറില്ല, പത്രലേഖകർ കാണാൻ പോയാൽ കൂട്ടാക്കാറില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനിക്കുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തും. അങ്ങനെ വരുമ്പോഴാണ് ഡൽഹിയിലത്തെ സംഭവം. ഈ ഡൽഹിയിൽ ഈ അഭിമുഖം ഹിന്ദു പത്രത്തിൽ വന്നിട്ട് ശ്രീ ലാൽകുമാർ പറഞ്ഞല്ലോ അവിടെ മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലാതെ. ആ അഭിമുഖത്തിൻ്റെ 5-ാമത്തെ കോളത്തിൽ കൃത്യമായിട്ട് അത് ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ പറയാം. കൃത്യമായിട്ടൊരു പാരഗ്രാഫുണ്ട് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശവിരുദ്ധതയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നുള്ളതാണ് ഹിന്ദു പറഞ്ഞത് വിശ്വസിക്കണം, മുഖ്യമന്ത്രി പറഞ്ഞതും വിശ്വസിക്കണം. ഹിന്ദു എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രി പറയാത്ത കാര്യം PR ഏജൻസി ഞങ്ങൾക്ക് വീണ്ടും തന്നു, ഞങ്ങളിത് കൊടുത്തു. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ PR ഏജൻസിയിലെ 2 പേരോടെ ഉണ്ടായിരുന്നു എന്നൊക്കെ PR ഏജൻസിക്ക് ഹിന്ദു പത്രക്കുറിപ്പിൽ പറഞ്ഞതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റില്ല, PR ഏജൻസി പറഞ്ഞത് തെറ്റില്ല, ഹിന്ദു പറഞ്ഞത് തെറ്റില്ല. ഇവിടെ വിഷയം എന്താണ്, ഈ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ലെന്നാണ് CPM-ൻ്റെ നേതാവായ SK സതീഷ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദു പറഞ്ഞത് തെറ്റാണോ? ഹിന്ദു പറഞ്ഞത് തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന്റെ വിശദീകരണത്തെ ശരിയായ അർത്ഥത്തിൽ കാണാത്തതിന്റെ കൂടി പ്രശ്നമല്ലേ ഇവിടെ? ആ ആശയവും ആ ആലോചനയും നടക്കുന്നത് ഹിന്ദുവും ആ ഏജൻസിയും തമ്മിലാണ്. മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്നു എന്നല്ല അതിൽ പറയുന്നത്. അവരുടെ ഇടയിൽ ആലോചന വരുന്നു, ഹിന്ദു അതിന് തയ്യാറാകുന്നു. ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകൻ തന്നെയാണല്ലേ, മാധ്യമപ്രവർത്തകയാണ് മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 30 മിനിറ്റ് ആ ഇൻ്റർവ്യൂ നീണ്ടു. ആ ഇൻ്റർവ്യൂവിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ ആ പത്രവും ആ ഏജൻസിയും തമ്മിൽ ആലോചന നടന്നിട്ടുണ്ട്. ആ ആശയം, ആ ഒരു സാധ്യത, ആ ആശയം പത്രത്തിന് മുമ്പാകെ വെക്കുന്നത് അവരാകാം. ഈ പുതിയ കാലത്ത് അത്തരം PR ഏജൻസികൾ അത്തരം ആശയങ്ങൾ മാധ്യമപ്രവർത്തകരുമായി മാധ്യമ സ്ഥാപനങ്ങളുമായി പങ്കുവെക്കുന്നതും പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിമുഖങ്ങൾ തരപ്പെടുത്തി കൊടുക്കുന്നതും പിണറായി വിജയൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമൊന്നുമില്ല. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടേത്, ദേശീയ നേതാക്കളുടേത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദില്ലിയിലെത്തുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഹിന്ദുവിലേക്ക് അത്തരമൊരു ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഹിന്ദു കൃത്യമായി പറയുന്നതും താങ്കളത് മാറ്റിവെച്ച് സംസാരിക്കുന്നതും ഇവിടെ എവിഡൻ്റാണ്, പ്രകടമാണ്. ശരത്തെ, ഹിന്ദു പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഹിന്ദു പറഞ്ഞതല്ല പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല. ഹിന്ദു പറഞ്ഞ കാര്യമാണ് അല്ല ഹിന്ദു പത്രം എന്താണോ പറഞ്ഞത് അത് തെറ്റുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, തെറ്റുണ്ടെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ ഒരു PR ഏജൻസിയോ അതെങ്ങനെയാ ശരിയാവും? തെറ്റായിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? താങ്കൾ ഒരു കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിലൊരു പെശകുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു PR ഏജൻസിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു എന്നല്ല ഹിന്ദു പറയുന്നത്. അവരുടെ ഇടയിൽ ആലോചന വന്നു, നല്ല ആശയമായി ഹിന്ദുവിന് തോന്നി, അഭിമുഖം എന്ന ആശയത്തിലേക്ക് അവർ ഒന്നിച്ച് സംയുക്തമായി നീങ്ങുന്നു. ഇതാണ്, അത് മറച്ചു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് പറയാതെയാണ് ശ്രീകുമാർ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ.
ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖിക ശോഭന നായർ, മലയാളിയാണെന്ന് തോന്നുന്നു, മലയാളിയാണല്ലോ നായർ, ശോഭന നായർ, അവർ ഡൽഹിയിലെ പത്രലേഖകരെ അഭിമുഖം നടത്തുമ്പോൾ അത് PR ഏജൻസി വഴിക്കാണ് എന്ന് മാത്രം ധരിക്കുക. അത് ശരിയാണല്ലോ. PR ഏജൻസി വഴിക്കാണെങ്കിൽ ഉള്ള ചോദ്യമാണിത്. ഡൽഹിയിൽ എൻ്റെ അറിവിൽ കേരള ഹൗസിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 5 6 7 ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിക്കൊരു അഭിമുഖം നടത്തണമെങ്കിൽ അത് എന്തിന് PR ഏജൻസിയെ ആശ്രയിച്ചു എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഹിന്ദുവിന്റെ വിശദീകരണം കൃത്യമായി വന്നിട്ടുണ്ട്. ഹിന്ദുവും ആ ഏജൻസിയും തമ്മിലാണ് ആലോചന നടന്നിട്ടുള്ളത്. അതല്ലാതെ അത് ഹിന്ദു പോലും പറയാത്ത വാദമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ അതെല്ലാം കൂടി ഷിഫ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിയിലേക്കും വെക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുവിനില്ലാത്ത കേസാണ് താങ്കൾ പറയുന്നത്. ഞാൻ വീണ്ടും പറയും. മാത്രമല്ല ഇതൊരു വാർത്താ സമ്മേളനമല്ല, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ PRDക്ക് എവിടെ റോൾ എവിടെ? അല്ല വേണ്ടെന്ന് മാധ്യമ എൻ്റെ ശരത്തെ ഒരു അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് PR ഏജൻസിയാണ് എന്ന് ദ ഹിന്ദു ദിനപത്രം ഇന്ന് പ്രസ്താവന ഇറക്കിയ കാര്യം ശരിയാണല്ലോ. അതിൽ നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ മുഖ്യമന്ത്രി ഓഫീസോ ഏർപ്പെടുത്തിയതല്ല. ആയിക്കോട്ടെ, ഏർപ്പെടുത്തിയതല്ല നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളെല്ലാം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കണമെന്നേ പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അല്ലാണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. ശ്രീ സജീഷ്, ഈ വാദം വീണ്ടും ആവർത്തിക്കുമ്പോൾ വസ്തുതകളെ പൂർണ്ണമായും ശ്രീകുമാർ ഉൾക്കൊള്ളുന്നുണ്ടോ? 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയല്ലേ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടി ഒരു ശ്രമം നടത്തുന്നത്? അല്ലെങ്കിൽ ഇങ്ങനൊരു പെശക് നിങ്ങളുടെ സ്ഥാപനത്തിന് സംഭവിച്ചിട്ടുണ്ട്, പറയാത്തത് പറഞ്ഞിരിക്കുന്നു, ദുർവ്യാഖ്യാനങ്ങൾ എന്ന രീതിയിൽ ഞാൻ പൂർത്തിയാക്കട്ടെ ശരത്തെ, ആയിക്കോളൂ. ഞാനത് പൂർത്തിയായിക്കോട്ടെ. അതായത് ഞാൻ ഒറ്റ മിനിറ്റേ ഉള്ളൂ സജീഷ്, ഒറ്റ മിനിറ്റേ ഉള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ഹിന്ദുവിൽ ഈ അഭിമുഖം വന്നത് ഇന്നലെ രാവിലെയാണ്. 1ാം പേജിൽ കുറച്ച് വന്നു, ബാക്കിയുള്ളത് ഉൾപേജുകളിലും വന്നു അഭിമുഖം പൂർണ്ണമായിട്ട്. അപ്പോൾ ആ അഭിമുഖം ഇന്നലെ രാവിലെയാണ് പത്രങ്ങളിൽ വന്നത്, ഹിന്ദുവിൽ വന്നത്. ഇന്ന് വൈകുന്നേരം വരെ അത് ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖം എല്ലാവരും വായിച്ചു. ഒരു പാർട്ടി നേതാവോ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും നിഷേധിക്കാൻ പോയില്ല. വിവാദമായപ്പോഴാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഈ പത്രം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ ഇതെന്താ അത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എന്ന് പറയേണ്ടതല്ലേ? അത് പറഞ്ഞില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ സജീഷ് തന്നെ ഉത്തരം പറയേണ്ടത്. അതായത് PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ചോദിക്കാതെയാണോ മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ആ വാക്കുകളും അതിൽ ഉൾപ്പെടുത്തിയത്? ഈ 2 കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം കൊടുത്താൽ ഈ പ്രശ്നം തീരും. അതിനു പകരം സജീഷ് നേരിട്ട് ഇതിലേക്ക് ഒപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞ ഭാഗത്തുള്ള 2 കാര്യങ്ങളൊന്ന് ക്യുക്കായി സജീഷിൻ്റെ ഓർമ്മയിലേക്ക് തരാം. ആരുണ്ടാക്കിയ പ്രശ്നം എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ളത് എന്നാണ് എൻ ശ്രീകുമാർ പറഞ്ഞത്. ഈ പ്രശ്നമുണ്ടായത് ആരുണ്ടാക്കിയ പ്രശ്നമാണ് എന്ന നിലയിൽ മാത്രം കാണേണ്ടതാണോ? 1. രണ്ടാമത്തെ കാര്യം, P ജയരാജനെ പാർട്ടി എങ്ങനെ കാണുന്നു എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ചില സംശയങ്ങളും ഉണ്ട്. സജീഷ് മറുപടി. ശ്രീ ശരത്ത്, നന്നാവുക ആദ്യം ശ്രീകുമാർ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. കാരണം ആദ്യം താങ്കൾ അവസാനം ഉന്നയിച്ച കാര്യമാണ് കുറച്ചുകൂടി വിശദമായി പറയേണ്ടി വരിക. മറ്റത് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്ന്, ശ്രീകുമാറിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടല്ല. കാരണം ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണർത്താൻ വേണ്ടി പറ്റും, ഇത് ഉറക്കം നടിക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടെ നേരിടുന്ന പ്രശ്നം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഹിന്ദുവിലേക്ക് ലെറ്റർ അയച്ചത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ മലപ്പുറത്തെ പറ്റി ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് വിവാദമായിക്കൊണ്ടിരിക്കുന്നു, ഇത് ശരിയല്ല എന്നറിയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അല്ലാതെ ആരെങ്കിലും ഫോൺ വിളിച്ച് ഹിന്ദുവിൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞിട്ട് അവർ തിരുത്തലിന് തയ്യാറായതല്ല. അവരുടെ തിരുത്തലിലെ പ്രധാനപ്പെട്ട ഭാഗമെങ്കിലും അങ്ങ് കേൾക്കാൻ വേണ്ടി തയ്യാറാകണം. മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല സംഭവിച്ചത് എന്നതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇത്രയും കൃത്യമായി വന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് തലക്കകത്തുള്ള ഇടതുപക്ഷ CPM വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. അതിനിയൊരു ചർച്ച നടത്തി താങ്കളെ ബോധ്യപ്പെടുത്താം എന്നത് ഒരു വ്യായാമമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അതിന് സമയം കളയേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തന്നെ ഉന്നയിച്ചു, ഇന്നലെ വന്ന അഭിമുഖം ഇന്ന് വൈകുന്നേരമാണല്ലോ
ഇന്നലെ വന്ന ഈ അഭിമുഖത്തെക്കുറിച്ച് വിവാദത്തിൻ്റെ പുറകെ പോകുന്ന ആളുകൾ, ഈ പറഞ്ഞ അൻവറും കൂട്ടരും അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ കുറേ ആളുകളും വിവാദമാക്കി ഇതാ മലപ്പുറം ജില്ലയെ അവമതിച്ചിരിക്കുന്നു, ഒരു വിഭാഗത്തെ അവമതിച്ചിരിക്കുന്നു എന്ന് തെറ്റായി പ്രചരിപ്പിച്ച സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തത്, ഹിന്ദുവിലേക്ക് ഈ വിവരം അറിയിക്കുകയും അവർ കൃത്യമായി അവരുടെ വിശദീകരണം നൽകുകയും ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. ഒരു തരത്തിലും മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിലേക്ക് അഭിമുഖം കൊടുക്കാനോ മറ്റോ പത്രസമ്മേളനം വിളിക്കാനോ ഒന്നും ഒരു PR ഏജൻസിയുടെയും ആവശ്യമില്ല, ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളത് വസ്തുതയാണ്. ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇനി താങ്കൾക്ക് അത് ഉറച്ചു തന്നെ പറയുകയാണ്. അപ്പുറത്ത് എന്തുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ ഈ പ്രശ്നം ആരുണ്ടാക്കിയ പ്രശ്നം എന്ന്, ആരുണ്ടാക്കിയതാണ് ഈ പ്രശ്നം എന്നതാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ശ്രീകുമാർ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയതുള്ളത്. ആരാണ് ഉണ്ടാക്കിയത്? അതായത് പഴയ ഒരു ജഗതി ശ്രീകുമാറിൻ്റെ ഒരു സിനിമയിൽ റോട്ടിൽ പായ് പിടിച്ച് ലോക്കപ്പിലേക്ക് പോകാൻ വേണ്ടി നടത്തുന്ന ശ്രമം പോലെ കുറേ നാളുകളായി PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമല്ലേ ഇത്? ആ ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങളിൽ പലരും ചേർന്നിട്ടുണ്ട്. ചില അജണ്ടകൾ, രാഷ്ട്രീയ അജണ്ടകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നതല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് ആണെങ്കിലും ഇതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവില്ലേ? ഇപ്പോൾ തികച്ചും രാഷ്ട്രീയ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. താങ്കൾ തന്നെ ആദ്യത്തെ വാചകത്തിൽ ഉന്നയിച്ചത് CPIM MLA ആയ PV അൻവർ എന്നാണ്. ആയിരുന്ന PV അൻവർ അല്ല, CPIM MLA ആണ് എന്ന ഒരു പരിഗണന ഒരു കാലഘട്ടത്തിലും PV അൻവറിനില്ല. എന്തുകൊണ്ടെന്ന് ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം. ഒരു CPIMൻ്റെ പാർട്ടി മെമ്പർ ആണെങ്കിൽ പാർട്ടി മെമ്പർക്ക്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടിയുടെ പെർമിഷൻ ആവശ്യമാണ്. എന്നാൽ വിദേശത്ത് പോകുന്നുവെന്ന് മാത്രമല്ല, വിദേശ രാജ്യമായ ആഫ്രിക്കയിൽ പോയി സ്വർണ്ണഖനി വാങ്ങി അവിടെ സ്വർണം കുഴിച്ചെടുക്കാൻ അൻവറിന് കഴിയുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? അൻവർ CPIMൻ്റെ MLA അല്ലാത്തതുകൊണ്ട്, CPMൻ്റെ പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം സ്വതന്ത്രനാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ പല വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. ചിലപ്പോൾ ശ്രീകുമാർ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാകും. അൻവറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഉയർന്നു വന്നു. എന്തായിരുന്നു മറുപടി ഞങ്ങളന്ന് പറഞ്ഞത്? ഒന്ന് ഓർത്തു നോക്കൂ. ഞങ്ങൾ പറഞ്ഞത് അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഈ ഭരണത്തിൻ്റെയോ പാർട്ടിയുടെയോ സ്വാധീനം ഉപയോഗിച്ച് ഒന്നും തെറ്റായത് ചെയ്തിട്ടില്ല, തെറ്റായ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങൾ പലപ്പോഴും അവതാരകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞ മറുപടി അത്തരം കാര്യങ്ങൾക്ക്, അൻവറുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അൻവർ മാത്രമാണ്. അൻവർ ഒരു വ്യക്തിയാണ്, പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. അത് തള്ളിപ്പറയായിരുന്നില്ല, അതായിരുന്നു നിലപാട്. എന്നാൽ ഇപ്പോൾ അൻവർ എങ്ങനെയാണ് മാറിയത്? അൻവറിൻ്റെ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യം ഒരു ഒറ്റയാൾ സമരം മരം മുറിയുമായി ബന്ധപ്പെട്ട് വരുന്നു. ആ ഒറ്റയാൾ സമരത്തിന് ശേഷം മലപ്പുറം SP ഫോൺ ചോർത്തി, സുജിത് ദാസിൻ്റെ ഫോൺ ചോർത്തി അത് പ്രക്ഷേപണം ചെയ്യുന്നു. അതായിരുന്നല്ലോ ആദ്യത്തെ പരാതി. ആ പരാതിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു, SP സസ്പെൻഡ് ചെയ്തു. എന്തിൻ്റെ പേരിലാണ്? ആ ഫോൺ സംഭാഷണം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. തുടർന്നിങ്ങോട്ട് അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും കേരളത്തിലെ പോലീസ് മേധാവി തന്നെ അന്വേഷിക്കുന്നു. അന്വേഷിച്ച് റിപ്പോർട്ട് ഏതാനും ദിവസത്തിനകം വരുമല്ലോ. കാത്തു നിൽക്കാൻ അൻവറിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അൻവറിൻ്റെ ലക്ഷ്യം ആരോപണങ്ങൾ തെളിയിക്കലോ അല്ലെങ്കിൽ നടപടിയെടുക്കലോ ആവശ്യമായി അല്ല, പകരം ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അവധാനതയോടുകൂടി പാർട്ടിയും ഗവൺമെന്റും സംവിധാനങ്ങളും പെരുമാറിയിട്ടും അൻവറിന് ക്ഷമയുണ്ടാകാതെ പോയത്. അൻവറിന് ക്ഷമയില്ലാതെ അൻവർ വാപോയ കോടാലി പോലെ പലതും വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടി? അൻവറിനെ പുറത്താക്കി എന്ന് ഇപ്പുറത്തുനിന്ന് പറയണം, എന്നാൽ അൻവറിന്റെ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. ഇതിനല്ലേ അൻവർ ശ്രമിച്ചത്? ഇതേത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഈ വരുന്ന വർഗീയ ചുവയിലേക്ക് ഇതിനെ കൊണ്ടുവന്നതിന്റെ പിന്നിലാരാ? കൃത്യമായൊന്ന് പരിശോധിച്ച് നോക്ക്. ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതിൻ്റെ ഭാഗമായി മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമം ഉൾപ്പെടെയാണ് കേട്ടാൽ അറക്കുന്ന രീതിയിൽ ഈ വിഷയത്തെ വർഗീയ വിഷയമാക്കി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മതനിരപേക്ഷ കേരളത്തെ സഹായിക്കാനല്ല, മതനിരപേക്ഷ കേരളത്തിൻ്റെ കാവലായി നിൽക്കുന്ന ഇടതുപക്ഷത്തെയും CPIMനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രമാണ്. RSSനെ പോലെ മതരാഷ്ട്രം ലക്ഷ്യം വെക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടെ ചേർന്നാൽ അതിൻ്റെ
അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അൻവർ ഒറ്റയടിക്ക് മതപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതും മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും തെറ്റായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഭാഗമായി ഓരോന്നോരോന്നായി പ്രചരിപ്പിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, തെറ്റായ കാര്യങ്ങളാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കുന്നതിന് നടപടി ഉണ്ടാകുമായിരുന്നു. എന്നാൽ അൻവർ ഒരിക്കൽ പോലും കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇതാ 147.9 കിലോ സ്വർണം കസ്റ്റംസ് ഇതാ പിടികൂടാതെ വിട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമല്ലേ, കോടിക്കണക്കിന് രൂപയുള്ള ഹവാല പണമല്ലേ? ഇതൊന്നും കസ്റ്റംസ് എന്താ പിടിക്കാത്തത്? നേരത്തെ ശരത്ത് ഇവിടെ വിശദീകരിച്ച പോലെ നടപടിയെടുത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയോ അവരുടെ പിണിയാളുകളായി ഇപ്പോഴും ഈ സ്വർണവും ഹവാല പണവും പുറത്തുവിടുന്ന കുറെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ടിലുണ്ട് എന്നതിനെ പറ്റിയോ അൻവറിന് പ്രശ്നമില്ല. അൻവറിന് പ്രശ്നം എന്താണ്? ഇത് പുറത്തുനിന്ന് പോലീസ് പിടിക്കരുത്, പിടിച്ചാൽ ഈ പറഞ്ഞ പുറത്തേക്ക് വിടുന്ന ഈ കസ്റ്റംസിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന ന്യായം പറയുമ്പോൾ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ കൂടി വേണ്ടിവരും. മുഖ്യമന്ത്രി അൻവറിനെ സംശയത്തിന്റെ നിഴലിലാക്കി എന്നാണ് പറഞ്ഞത്. ശ്രീകുമാർ, താങ്കൾ ഒരു കാര്യം വ്യക്തമായി ഓർത്തോളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകത്തിന് കൃത്യമായ രീതിയിൽ ഉള്ളടക്കമുണ്ടാകും. അതുകൊണ്ടാണ് അൻവർ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുകാരെ കൂടെ ഇരുത്തി ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊള്ളൂ, അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവർ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അൻവർ തെറ്റായ ഏതോ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇവിടെയൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നതിൻ്റെ കൂടി ഭാഗമാണത്. അത് കാണേണ്ടതുണ്ട്. അതാണ് പ്രശ്നം, അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ ആളുകൾക്ക് നല്ലവണ്ണം ബോധ്യമാകും. അൻവർ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീ ശരത്ത്. അതായത് അൻവർ ആദ്യം ഈ ആരോപണമൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് അൻവറിന് സോഷ്യൽ മീഡിയയിലൊക്കെ ചില പിന്തുണയൊക്കെ കിട്ടി. അത് അൻവറിൻ്റെ ഒരു ബുദ്ധിയായിരുന്നു, അതിബുദ്ധിയായിരുന്നു. അതായത് ഒരു പക്ഷേ നമ്മൾക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ പറയാൻ സ്വതന്ത്രനായതുകൊണ്ട് അൻവറിന് പറ്റുമല്ലോ. അൻവർ മറുനാടൻ മലയാളിക്കെതിരെ വന്നു, ഏഷ്യാനെറ്റിനെതിരെ പറഞ്ഞു, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ നമ്മളൊക്കെ നല്ല ഭാഷയിലാണ് വിമർശിക്കാറുള്ളതെങ്കിൽ തെറി പറഞ്ഞു, വിനുവിനെ തെറി പറഞ്ഞു, പലരെയും തെറി പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു ആവേശം സൃഷ്ടിക്കാൻ അൻവറിന് കഴിഞ്ഞു. അതായത് കുറച്ച് കയറ്റി പറഞ്ഞ്, ഇപ്പം രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ കുറച്ച് കയറ്റിയാണല്ലോ പറഞ്ഞത്. വൻതോതിൽ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളാരും പറയില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആവേശം സൃഷ്ടിച്ച് ആ ആവേശത്തിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ഈ പാർട്ടി എന്താണ് എന്ന് അൻവറിന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ശ്രീകുമാറിന് ചിലപ്പോൾ ബോധ്യം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നയവും പരിപാടിയും തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഒക്കെ താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ പറഞ്ഞത്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആരെങ്കിലും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ ഓടിപ്പോകുന്ന ചരിത്രമൊന്നും ഈ പ്രസ്ഥാനത്തിനില്ല. അത് ശ്രീകുമാറിനും അറിയാം, അൻവറിന് അതറിയില്ല. അൻവറിന് രാഷ്ട്രീയപരമായ അനുഭവ പക്വത രൂപപ്പെടാത്തത് കൊണ്ടാണ് ആ പ്രശ്നം. അതുകൊണ്ടാണ് അധികാരം മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പക്വത കൂടി രൂപപ്പെടേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന് രൂപപ്പെട്ടിട്ടില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ശ്രീകുമാറിന് ഉണ്ടായേക്കാം. അത് എല്ലാവർക്കും ഇല്ല. അതിന് ഈ പക്വത നല്ലത്, അത്രയും ഞാൻ പറയുന്നു. ശരി, ആ പക്വത ആര് പകർന്നു കൊടുക്കും എന്നുള്ളതുമൊക്കെ ഇനിയുള്ള കാലത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അറിയാനുള്ള കാര്യമാണ്. ഞാൻ ലാലിലേക്ക് ഒരു തവണ കൂടി, ലാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. സംസാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വളരെ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇടയിലെപ്പോഴോ നേരത്തെ ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാറില്ല, അദ്ദേഹത്തിന് തോന്നുമ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ നിരന്തരമായി നടത്തി വന്ന വാർത്താ സമ്മേളനങ്ങൾക്കെല്ലാം കൂടി മറുപടി ഒരൊറ്റ വാർത്താ സമ്മേളനത്തിൽ. അതിന് യഥാർത്ഥത്തിൽ മാധ്യമ ലോകം കാത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ എങ്ങും എണീറ്റ് പോകുന്നില്ലല്ലോ. അദ്ദേഹം പതിവായി നൽകിയിട്ടുള്ള 1 മണിക്കൂർ സമയവും ഒക്കെ കടന്ന് ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ച് വസ്തുതകളും കണക്കും വെച്ചാണ് സംസാരിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ കരിപ്പൂർ വിമാനത്താവളത്തിലാണിതിൽ 124 കിലോ സ്വർണവും പിടിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ കളറ് മാറ്റാൻ, അതിലൊരു വല്ലാത്ത വ്യാഖ്യാനം കൊണ്ടുവരാനുള്ളൊരു വലിയ ശ്രമം വളരെ പൊടുന്നനവേ സംഭവിച്ചു.
മാത്രവുമല്ല, ഇപ്പോൾ നിസ്സാരമായി ചിന്തിക്കാം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതുപോലെ തന്നെ വലിയ സ്വർണ്ണവേട്ട സംഭവിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം കരിപ്പൂരാണ് ഏറ്റവും അധികം, അതാണ് മുഖ്യമന്ത്രി. പക്ഷേ നെടുമ്പാശ്ശേരിയിൽ സംഭവിക്കുന്ന ഈ സ്വർണ്ണവേട്ട ആരെങ്കിലും ഈ കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്തെ ആകെ ആക്ഷേപിക്കും വിധത്തിലേക്ക് വരുന്നു എന്നൊരു നറേറ്റീവിലേക്ക് പോകുന്നില്ല. ഇതിൽ വളരെ വേഗം ഉത്തരവാദപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ വിവരങ്ങൾ കണക്കുകൾ സഹിതം അവതരിപ്പിക്കുമ്പോൾ അത്തരമൊരു ബ്രാൻഡിങ്ങിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ ഒരു ഭാഗത്ത് വരുന്നു. ഞാനിത് സൂചിപ്പിച്ചത് ലാൽകുമാർ, അൻവറിൻ്റെ വരവും മാറ്റവും അൻവറിൻ്റെ അജണ്ടയും ഏറ്റവും ഒടുവിൽ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ലാൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അൻവർ ചെയ്ത വിഷയം എന്താണ്, അല്ലെങ്കിൽ അൻവർ ചെയ്തത് എന്താണ്? ഇടതുപക്ഷത്തോട് നിൽക്കുന്നു, ഒപ്പം നിൽക്കുന്നു, ഒരു വിമർശനം അഴിച്ചുവിടുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരിൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കും. അത് കോമ്രേഡ്സ് തമ്മിലുള്ള ഒരു കോമ്രേഡ്ഷിപ്പിൻ്റെ ഭാഗമാണ്. കാര്യം ഇദ്ദേഹം പറഞ്ഞു വരുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് സ്വാഭാവികമായി ചിന്തിക്കും. ഞാൻ ചിന്തിക്കും, സജീഷ് ചിന്തിക്കും, കോമ്രേഡായിട്ടുള്ള ഒരാൾ ചിന്തിക്കും. അപ്പം സാധാരണഗതിയിൽ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുക, ഇദ്ദേഹം ഒരു 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 മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് കരുതും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ പേർപ്പസ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അപ്പുറത്തെ പാളയത്തിലേക്ക് പോകുക എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എത്താനായിട്ടുള്ളൊരു മാർഗമാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന അൻവർ ആദ്യത്തെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കഴിഞ്ഞപ്പം, ഗൗരവമുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കഴിഞ്ഞപ്പം എന്താണ് ചെയ്തത്? അന്വേഷിക്കാൻ ഒരു ടീമിനെ ഉണ്ടാക്കി, അല്ലേ? ആ ടീമിനെ ഉണ്ടാക്കി ഈ ടീമിൻ്റെ പോലീസ് ഓഫീസർ, ഹൂവർ ഇറ്റ് ഇസ്, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ പേഴ്സൺ, അദ്ദേഹം അവിടെ പോകുന്നു. അൻവറിനെ ഭക്ഷണം പോലും കഴിക്കാതെ അൻവറിൻ്റെ മൊഴിയെടുത്തു എന്നാണ് അൻവർ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അൻവർ പറഞ്ഞതാണ്. താങ്കളുടെ ആർക്കൈവ്സ് കാണും, പോയി നോക്കിയാൽ മതി എന്താണ് അവിടെ കിടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് കിടക്കും. അപ്പം ആ മൊഴി എടുത്ത ശേഷം ഇത്രയും അന്ന് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ഈ വരുന്ന ആളെ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്, അദ്ദേഹം വളരെ കാര്യമായി കേട്ടു. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് വരുന്നു, ആ മലപ്പുറം SP സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അപ്പം നമ്മളെല്ലാം വെളിയിൽ നിന്ന് കൈകൊട്ടുക, ഇത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിന് റെസ്പോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ അടുത്ത ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ വിചാരിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യം ഉന്നയിക്കണം. എന്നാൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലേ സംഭവം. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം ചെയ്തത് ADGPയെ മാറ്റണം, അല്ലെങ്കിൽ അത് മാറ്റണം, ഇത് മാറ്റം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ ആരോപണം ഉന്നയിച്ചു. ഇപ്പം മുഖ്യമന്ത്രി ഇപ്പം ADGPയെ മാറ്റണം എന്നുള്ള ആവശ്യം CPIയും വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു കണ്ടൻഷനായി വെക്കാം. ബാക്കിയുള്ള ആരോപണങ്ങൾ ഞാൻ പിടിക്കുന്നു. ബാക്കിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്തിൽ ആൾ വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരുന്നു, ഇതൊക്കെ വരുന്നു. ഇതെന്തിനാ പറയുന്നേ? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് വരുന്നിടം വരെ കാത്തു നിൽക്കാൻ എന്താണ് പാട്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? അന്വേഷണം നടക്കുന്നു, 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ദിവസമായല്ലോ. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഉറപ്പായിട്ടും തീരുമാനം ഉണ്ടാവും. അതുകൊണ്ടാണ് CPI പറയുന്നത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വാഭാവികമായ സമയം സർക്കാരിന് കൊടുത്താൽ, അല്ലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കൊടുത്താൽ, അൻവർ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യം നടക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. കാര്യം അൻവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്താ? പിണറായി വിജയനെയോ ഗോവിന്ദ മാസ്റ്ററെയോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഈ പറയുന്ന ഇടതുപക്ഷത്തെയോ മൊത്തം ആക്രമിച്ചിട്ടാണെങ്കിലും അപ്പുറത്ത് പോകണം. ആക്രമിച്ചിട്ട് ചെന്നാൽ മാത്രമേ അപ്പുറത്ത് വാല്യൂ ഉള്ളൂ. ഓക്കെ. കാര്യം ഇദ്ദേഹം ഇപ്പുറത്തുനിന്ന് നാളെ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താ വാല്യൂ? ഓക്കെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സർക്കാരിന്, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം UDFനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ പറയുന്ന ആൾ തന്നെ പറഞ്ഞാൽ മതി, അതായത് LDFന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ നേരത്തെ തന്നെ അപ്പുറത്ത് പോകാൻ തീരുമാനമെടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നതെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തെ UDFകാരനായിട്ട് കൂട്ടണോ
അതോ LDF കാരനായിട്ട് കൂട്ടണോ? ഞാൻ UDF കാരനായിട്ട് പോലും കൂട്ടത്തില്ല കേട്ടോ, അതിനേക്കാളും മോശമായിട്ടേ കൂട്ടത്തുള്ളൂ. ഇതാണ് ഇതിനകത്ത് നടന്ന സംഭവം. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അന്വേഷണത്തിന്റെ റിസൾട്ട് ഉണ്ടായാൽ മാറ്റിയിരിക്കും. ഒരു ഓഡിയോ വെളിയിൽ വന്നിരിക്കുന്നു. സുജിത് ദാസ്, അൻവറിന്റെ ഭാഷയിൽ അൻവർ പറഞ്ഞ എന്താണ്? സുജിത് ദാസ് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന അങ്കിൾ എന്നാണ്, ആണല്ലോ. അദ്ദേഹത്തിന്റെ വാചകം തന്നെ ഞാൻ കടമെടുക്കുകയാണ്. അങ്കിൾ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ അമ്മാവനൊന്നും ചെയ്തില്ലല്ലോ, അമ്മാവൻ പുറത്താക്കുകയല്ലേ ചെയ്തത്, സസ്പെൻഡ് ചെയ്യല്ലേ ചെയ്തത്. അപ്പൊ അതിനകത്ത് നിഷ്പക്ഷത ഉണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്കിളെന്ന് വിളിച്ചാലും ആന്റി എന്ന് വിളിച്ചാലും എടുക്കേണ്ട കാര്യം കൃത്യമായി എടുക്കുമെന്ന് തെളിവ് നമുക്ക് അപ്പാരന്റ് ആയിരുന്നു. മറ്റേ കാര്യം ദാറ്റ് ഈസ് വെരി മച്ച് എവിഡന്റ്. കാരണം ദിസ് പേഴ്സൺ വാസ് പ്ലീഡിംഗ് ടു അൻവർ. അങ്ങനെ വന്നപ്പോൾ നയം എടുത്തു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ ഒരു സമയം സർക്കാരിന് ഒരു കാര്യത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സ്വാഭാവികമായ സമയം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അല്ലാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ പറയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യമില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ പറയണം, അത് ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. നോക്കൂ, കഴിഞ്ഞ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാനത്തെ കാലത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രശ്നങ്ങൾ. ഈ പ്രാവശ്യത്തെ ആരോപണം എന്താ? ഈ പ്രാവശ്യത്തെ അതുപോലെ തന്നെയാ. പക്ഷെ കുഴപ്പം ഇച്ചിരി വ്യത്യാസമുണ്ട്. കാര്യം എന്താ? പോലീസ് പിടിക്കുന്നു എന്നുള്ളതായി. കഴിഞ്ഞ സ്വർണ്ണക്കടത്തിന് ശേഷം പോലീസ് ഇച്ചിരൂടെ വിജിലന്റ് ആയിട്ടുണ്ടാവും. കാര്യം എന്താ? കസ്റ്റംസ് തട്ടിക്കൊണ്ടിരുന്ന സാധനം പിടിക്കേണ്ടതായിട്ടുണ്ട്, നിർബന്ധമായി പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പോലീസ് വിജിലന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പിടിക്കുമ്പം യഥാർത്ഥ നഷ്ടം സ്വർണ്ണ കച്ചവടക്കാർക്ക് തന്നെയാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു രൂപത്തിൽ പറഞ്ഞു, ഈ പ്രാവശ്യം മൊത്തത്തിൽ വേണ്ട, കുറച്ചങ്ങ് തിരിച്ചു കൊടുക്കുക എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് കുറച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പോലീസുകാരെല്ലാം അവിടെ ഇടയ്ക്ക് നിന്ന് തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ആരോടായി പറയുന്നേ? കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കാലത്ത് നമ്മൾ കുറെ കേട്ടതല്ലേ? റൈറ്റ് ലാല്, കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയോടെ തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ ശ്രീകുമാർ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ച് ആലോചിച്ചാൽ രസകരമായ ഒരു കാര്യമുണ്ട്. കാരണം ഈ കേസെല്ലാം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാം എന്ന് വിചാരിച്ച് കാലങ്ങളായി കഴിയുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇടിവെട്ട് പോലെ തലയിൽ വന്ന് പതിച്ചത് സിദ്ധാരാമയ്യ ED കേസിൽ പ്രതി ചേർക്കപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് പിണറായിയെ പോലെ തന്നെ കോൺഗ്രസ് വലിയ തോതിൽ ഏറ്റെടുക്കുന്നൊരു മുഖ്യമന്ത്രിയുടെ അവസ്ഥ, കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓരോ കാര്യങ്ങളിങ്ങനെ തെളിഞ്ഞും വ്യക്തതയോടെ വരുമ്പോൾ ഈ കളികളൊന്നും മുഖ്യമന്ത്രി പിണറായിയുടെ അടുത്ത് ചെലവാകില്ല എന്നൊരു തോന്നൽ ആളുകൾക്ക് കുറെ കൂടി ബോധ്യപ്പെടുകയല്ലേ സത്യത്തിൽ സംഭവിക്കുന്നത്? ശരത്തെ, ഞാൻ കർണാടകത്തിലേക്ക് പോകുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങളെ ഞാൻ വിലമതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ശ്രീ ലാൽകുമാർ അവസാനം പറഞ്ഞത് കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കൊണ്ടുവന്നത് UDF. ശരിയാണ്. ഇത്തവണ വ്യത്യാസം എന്താ വെച്ചാൽ സ്വർണ്ണക്കടത്ത് കൊണ്ടുവന്നത് CPM വിജയിപ്പിച്ച ഒരു MLA എന്ന് മാത്രമേ ഉള്ളൂ. അതോടെ നിൽക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡൽഹിയിൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖം തരപ്പെടുത്തി കൊടുത്ത PR ഏജൻസിക്ക് അവരെന്തായാലും ഒരു ബിസിനസ് ഗ്രൂപ്പാണല്ലോ, അവർക്ക് പണം കൊടുക്കണ്ടേ? ആ പണം ആരാണ് കൊടുക്കുക എന്നൊന്ന് സതീഷിന് അറിയാമെങ്കിൽ പറഞ്ഞു തരിക. രണ്ട്, പിന്നെ കൈരളിയുടെ ആ കൈരളിയിലെ 2020 മെയ് 19 ക്ലിപ്പിംഗ് എടുത്ത് നോക്കുക. PR ഏജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു കോവിഡ് കാലത്ത്. മുഖ്യമന്ത്രി ക്ഷുഭിതനായി, എനിക്ക് PR ഏജൻസി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ മുഖ്യമന്ത്രിയാണല്ലോ PR ഏജൻസിയുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്തത് എന്നുള്ളൊരു ശങ്ക മാത്രമേ എനിക്കുള്ളൂ. അതാണ് സങ്കടകരം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ജനാധിപത്യപരമായ കാര്യം, സജീഷേ, കോൺഗ്രസിൽ കനകുലു എന്ന ഇടക്കാലത്തൊരു കനകുലു വന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തൊരു പരിഹാസമായിരുന്നു PR ഏജൻസി എന്നിട്ട്. ഇപ്പൊ എന്തായി? അതവിടെ നിൽക്കട്ടെ. ഇനി ഒറ്റ കാര്യം കൂടെ, CPM ജനാധിപത്യം ഉണ്ടെന്നാണല്ലോ സജീഷ് പറയുന്നത്. ശരിയാണ്. പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, കോർഡിനേറ്ററെ വെച്ചിരിക്കുന്നത്. അതും പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റിയാളെ. എന്താണ് സജീഷ് ഇങ്ങനെയൊക്കെ പാർട്ടി മുന്നോട്ട് പോയ അവസ്ഥ? ഞാൻ ഇത്ര മാത്രമേ അവസാനം. വല്ലാത്ത ആശങ്കയുണ്ട് ശ്രീകുമാറിന്. സജീഷ്, വളരെ ചെറിയ മറുപടി വേണം, സമയം തീർന്നു. തീർച്ചയായും ചെറിയ മറുപടി വേഗത്തിൽ പറഞ്ഞു പോകുന്നതായിരുന്നു അന്ന്. ശ്രീകുമാർ, എന്തെങ്കിലും താങ്കൾ പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടി വരും. പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഒറ്റ വാചകത്തിൽ പറയാം, താങ്കൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് സമയം കൂടുതൽ നീട്ടാൻ അതിലില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, ഇവിടെ താങ്കൾ PR ഏജൻസിയെ കുറിച്ച് വീണ്ടും പറയുന്നു. PR ഏജൻസി പറയുന്നു, പോയി ചോദിച്ചു നോക്കാം ആരാണ്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ താങ്കളെ മറ്റൊരു രീതി പറയല്ല. PR ഏജൻസിയെ വെച്ചിട്ടില്ല. ഇവിടെ ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ല. കാശാര് കൊടുക്കും, കാശാര് വാങ്ങുന്നു, പോയി അന്വേഷിച്ചു നോക്കുക. ഏതായാലും മുഖ്യമന്ത്രിക്കോ CMO ഓഫീസറോ അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ശ്രീകുമാർ, ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്കൊക്കെ തരുന്ന ഒരു
പരിലാളനയുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ശ്രീ വി ഡി സതീശനൊക്കെ ഇവിടെ എന്തെല്ലാമാണ് ഈ പറഞ്ഞ ഈ ADGP അജിത് കുമാർ RSS മേധാവിയെ കാണാൻ വേണ്ടി പോയത്. ഈ പറഞ്ഞ PV അൻവർ പറഞ്ഞത് VD സതീശന്റെ പുനർജനി കേസ് ഒതുക്കാനാണ് എന്നല്ലേ? അത് താങ്കൾ കേട്ടില്ലായിരുന്നു? ചെവിയിൽ അപ്പോ എന്തെങ്കിലും കടന്നിരിക്കുകയായിരുന്നോ? അതുപോലെ തന്നെ VD സതീശന്റെ അഴിമതി പണം മുഴുവൻ നേരത്തെ ഇവിടെ പറഞ്ഞ സിദ്ധരാമയ്യ ഭരിക്കുന്ന കർണാടകത്തിലാണ് കൊണ്ടുപോയി പൂഴ്ത്തിയിരിക്കുന്നതെന്നും വന്നത് മീൻവണ്ടിയിലാണെന്നും കൊണ്ടുപോയത് ആംബുലൻസിലാണെന്നും പറഞ്ഞത് ഇതേ PV അൻവർ അല്ലേ? അപ്പോൾ PV അൻവർ ഇപ്പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കൂല. നിങ്ങളുടെ ചെവിക്ക് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നം അവിടെയല്ല. PV അൻവർ ചുവട് മാറ്റി ചവിട്ടി എന്തിനാണ്? ഇവിടെ ഈ തരത്തിൽ സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഒരു ദൂതനെ സംഘടിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? അങ്ങോട്ടുള്ള പാലമിട്ടതാണ്. അത് കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്കിൽ സ്വയം പരിശോധിച്ച് നോക്കുക. അതായത് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് എടുത്തതാണ്. കാരണം ഒരു നെഗറ്റീവ് ക്യാരക്ടറായി നിൽക്കുന്ന PV അൻവറിന് പോസിറ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? CPIM-നെയും ഇടതുപക്ഷത്തെയും വിമർശിക്കണം. അതിനൊരു ഏജന്റിനെ കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള പണം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആളെ പറ്റിക്കുന്ന ശ്രീ VD സതീശനെ ഒന്ന് ഭീഷണിപ്പെടുത്തി കൂടെ കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പരസ്പരമായ എന്ത് ധാരണ ഉണ്ടാക്കിയെന്ന് ആദ്യം പരിശോധിക്ക്. അതിനുശേഷം നമുക്ക് PR ഏജൻസിന്റെ കണക്കും മറ്റതൊക്കെ പിന്നെ എടുക്കാം. ഈ നിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യത്തിന് കൂടി അന്തസ്സായിട്ടൊന്ന് മറുപടി പറയാൻ തയ്യാറാകും. ശരി, നമുക്ക് ഏതായാലും അത് സൂചിപ്പിക്കാനുള്ളത് അത് അടുത്ത ചർച്ചയിലാവാം. നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് അവസാനിക്കുന്നു.